Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Block 1, Unit 2, Part 3 video. So let's start. Cattells Traite approach. Raymond Cattell, 1950, considered personality to be a pattern of traits providing the key to understanding it and predicting a person's behavior. According to him, traits are relatively permanent and broad reaction tendencies of personality. They serve as building blocks of personality. He distinguished between surface trait and source trait, constitutional and environmental mold traits, ability, temperament and dynamic traits. റേമണ്ട് കാറ്റൽ 1950 കൺസിഡർ ചെയ്യുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കീ ടു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ആൻഡ് പ്രഡിക്റ്റിംഗ് എ പേഴ്സൺസ് ബിഹേവിയർ. സോ അത് നമുക്കൊരു പേഴ്സൻ്റെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തരും. സോ അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന് അക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ട്രേറ്റ്സ് ആർ റിലേറ്റീവ്ലി പെർമനൻറ്റ്. ട്രേറ്റ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. ബ്രോഡ് റിയാക്ഷൻ ടെൻഡൻസീസ് ഓഫ് പേഴ്സണാലിറ്റി. ദേ സെർവ്സ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി. അദ്ദേഹം അതിൻ്റെ ഡിഫറൻസസ് മനസ്സിലായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമതാണ് സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റ്. സോ ദ ഒബ്സർവബിൾ ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണാലിറ്റി ലൈക്ക് കൈൻഡ്നസ്, ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ജനറോസിറ്റി എക്സെട്ര ആർ നെയിംഡ് ആസ് സർഫസ് ട്രേറ്റ്സ്. സോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില ക്വാളിറ്റീസ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ. കൈൻഡ്നസ്, അതുപോലെ ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ജനറോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസാണ്. ആ നെയിംഡ് ആ സർഫസ് ട്രേറ്റ്സ്. ഇതിനെയാണ് നമ്മൾ സർഫസ് ട്രേറ്റ്സ് എന്ന് പറയാം. സോ ഈ ഒരു സർഫസ് ട്രേറ്റ്സിനെയാണ് ആൽപോർട്ട് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പേഴ്സൺ എന്ന നിലയിൽ നമ്മുടെ പുറമേ കാണുന്ന കാര്യങ്ങളാണ് കൈൻഡ്നസ്, ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ജനറോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിനാണ് സർഫസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞത്. ആര്? റേമണ്ട് കാറ്റൽ. സോ ആൽപോർട്ട് ഇതിനെ പറഞ്ഞത് സെൻട്രൽ ട്രേറ്റ്സ് എന്നാണ്. യൂസിങ് ക്വസ്റ്റനെയേഴ്സ് ആൻഡ് ഒബ്സർവേഷൻ, കാറ്റൽ സ്റ്റഡിഡ് സെവറൽ തൗസൻഡ് പീപ്പിൾ ആൻഡ് റിപ്പോർട്ടഡ് സെർട്ടൻ ക്ലസ്റ്റർ ഓഫ് സർഫസ് ട്രേറ്റ്സ് ദാറ്റ് അപ്പിയർഡ് ടുഗെദർ ഫ്രം ടൈം ടു ടൈം. അദ്ദേഹം ഒരുപാട് ക്വസ്റ്റനെയേഴ്സിൻ്റെ സഹായത്തോടു കൂടി അതുപോലെ ഒബ്സർവേഷനിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കി. സോ ഇതിൻ്റെ ഒരു കൂട്ടം സർഫസ് ട്രേറ്റ്സ് അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവരികയാണ് ടൈം ടു ടൈം. He further reported that these were the clear evidences of some deeper, more general underlying personality factors, and he referred to these as source traits. സോ ഇതിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലൂടെ കിട്ടുന്ന എവിഡൻസ് ഓഫ് സം ഡീപ്പർ ആയിട്ടുള്ള ക്ലിയർ എവിഡൻസും കാര്യങ്ങളൊക്കെയാണ് എന്ത്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ് അദ്ദേഹം സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞത്. സോഴ്സ് ട്രേറ്റ്സ് മേക്ക് അപ്പ് ദ മോസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ആർ ദ അണ്ടർലൈൻ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇന്റർ കോറിലേഷൻ അമംഗ് സർഫസ് ട്രേറ്റ്സ്. ഒരു പേഴ്സണാലിറ്റിയുടെ ബേസിക് സ്ട്രക്ചർ ആണ് സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ഫാക്ടേഴ്സ് ആയിരിക്കും റെസ്പോൺസിബിൾ ഫോർ ദ ഇന്റർ കോറിലേഷൻ അമംഗ് ദ സർഫസ് ട്രേറ്റ്സ്. സോ ഈ ഒരു സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു സോഴ്സ് ട്രേറ്റ്സ് ആയിരിക്കും ഈ ഒരു സർഫസ് ട്രേറ്റ്സിന് കാരണം എന്നുള്ളതാണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ നമ്മൾ കാണുന്ന ഈ ഒരു ട്രേറ്റ് ഉണ്ടല്ലോ, കൈൻഡ്നസ്, അതുപോലെ തന്നെ ഹോണസ്റ്റി, ഹെൽപ്ഫുൾനെസ്, ജനറോസിറ്റി, ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റീസ് എല്ലാം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സോഴ്സ് ആണ് എന്ത്, സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ ആൽദോ സോഴ്സ് ട്രേറ്റ്സ് ആർ സ്മോളർ ഇൻ നമ്പർ ദാൻ സർഫസ് ട്രേറ്റ്സ്. പക്ഷേ സോഴ്സ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് സ്മോളർ നമ്പറേ ഉണ്ടാവുള്ളൂ, സർഫസ് ട്രേറ്റ്സ് ഒരുപാട് ഉണ്ടായിരിക്കും. യെറ്റ് ദേ ആർ ബെറ്റർ പ്രെഡിക്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. We all possess the same source traits, but we do not possess them in the same amount. നമ്മൾ സെയിം സോഴ്സ് ട്രേറ്റ്സ് എന്ത് ചെയ്യാൻ പോസ് ചെയ്യാം, പക്ഷേ ഇതൊന്നും എന്തില്ല, സെയിം എമൗണ്ട് അല്ല വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഴ്സ് ട്രേറ്റ് ആൻഡ് എവറി വൺ ഓഫ് us possess this, but we all do not possess intelligence in the same amount. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഴ്സ് ട്രേറ്റ്. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സോഴ്സ് ട്രേറ്റിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റലിജൻസ് എല്ലാവരും സെയിം എമൗണ്ടിലാണോ പോസ് ചെയ്യുന്നത്? അല്ല, ഓരോരുത്തർക്കും വ്യത്യസ്ത എമൗണ്ടിലാണ്. സോ അതാണ് അതിൻ്റെ വ്യത്യാസം. Cattel found 23 source traits in normal persons and 16 of which he studied in detail. The 16 factors identified by Cattel include reserved versus outgoing, less intelligent versus more intelligent, emotional versus stable, humble versus assertive, sober versus happy-go-lucky, expedient versus conscientious, shy versus venture-sane, tough-minded versus tender-minded, trusting versus suspicious, practical versus imaginative, forthright versus shrewd, placid versus apprehensive, conservative versus experimenting, group-tied versus self-sufficiency, cautious versus controlled, and relaxed versus tense.
16 ബേസിക് സോഴ്സ് ട്രേറ്റ്സ് ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തത് റിസർവ്ഡ് വേഴ്സസ് ഔട്ട് ഗോയിങ് ആണ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ അല്ലെങ്കിൽ മനം മൂടിയ, അധികം പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള പേഴ്സൺസ് ആണ്. ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന, കുറച്ചൊക്കെ ഇന്ററാക്ഷൻ ചെയ്യുന്ന ആളുകളാണ് ഔട്ട് ഗോയിങ്. അതാണ് ഒന്നാമത്തത്. ലെസ് ഇന്റലിജന്റ് വേഴ്സസ് മോർ ഇന്റലിജന്റ്. ലെസ് ഇന്റലിജൻസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മോർ ഇന്റലിജന്റ് ആയിട്ടുള്ളവർ, കൂടുതൽ ബുദ്ധിശാലികളായിട്ടുള്ളവർ. ഇമോഷണൽ വേഴ്സസ് സ്റ്റേബിൾ. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമോഷണലി ചിന്തിക്കുന്നവരാണ്, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അധികം ഇമോഷൻസ് ബാധിക്കാത്തവരാണ് സ്റ്റേബിൾ ആയിട്ടുള്ളവർ. ഹംബിൾ വേഴ്സസ് അസേർട്ടീവ്. ഹംബിൾ എന്ന് പറഞ്ഞാൽ താഴ്മയായി നിൽക്കുന്ന അല്ലെങ്കിൽ വിനയപൂർവ്വം നിൽക്കുന്ന ആളുകളാണ്. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ള, അഹംഭാവത്തോടെ പെരുമാറുന്നവരാണ്. സോബർ വേഴ്സസ് ഹാപ്പി ഗോ ലക്കി. സോബർ എന്ന് പറഞ്ഞാൽ സമചിത്തമായ ബിഹേവിയർ ഉള്ളവർ, അതായത് കാര്യഗൗരവമുള്ള ഗൗരവക്കാരായിട്ടുള്ള ആളുകളാണ്. ഹാപ്പി ഗോ ലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും വിഷയമില്ല, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, ലക്കി ആയിട്ട് പോവുക, ആ ഒരു രീതിയിലുള്ള പേഴ്സണാലിറ്റിയാണ്. എക്സ്പീഡിയൻറ്റ് വേഴ്സസ് കോൺഷ്യൻഷ്യസ്. എക്സ്പീഡിയൻറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കാര്യസാധ്യം, അതായത് അങ്ങനെയുള്ള ബിഹേവിയറുള്ള ആളുകൾ. പക്ഷേ കോൺഷ്യൻഷ്യസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധരായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. സോ ഷൈ വേഴ്സസ് വെൻട്രോസം. ഷൈ എന്ന് പറഞ്ഞാൽ ലജ്ജാവഹമായിട്ടുള്ള അല്ലെങ്കിൽ നാണത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നാണത്തോടുള്ള പെരുമാറ്റമുള്ളവരാണ്. വെൻറ്റേഴ്സം എന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായിട്ടുള്ള ചങ്കൂറ്റമുള്ള വ്യക്തിത്വമാണ് വെൻറ്റേഴ്സം എന്ന് പറഞ്ഞാൽ. ടഫ് മൈൻഡഡ് വേഴ്സസ് ടെൻഡർ മൈൻഡഡ്. ടഫ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ടുള്ള മൈൻഡുള്ളവർ, ഒരു കഠിന ഹൃദയർ എന്നൊക്കെ പറയാം. ടെൻഡർ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ വളരെ ലോല ഹൃദയരാണ് ടെൻഡർ മൈൻഡഡ്. സോ ട്രസ്റ്റിംഗ് വേഴ്സസ് സസ്പീഷ്യസ്. ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള, സസ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം തോന്നാത്ത ഒരു വ്യക്തിത്വമുള്ളവരാണ്. ട്രസ്റ്റിംഗ് വേഴ്സസ് സസ്പീഷ്യസ്. പ്രാക്ടിക്കൽ വേഴ്സസ് ഇമാജിനേറ്റീവ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. ഇമാജിനേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാണ്. ഫോർത്ത് റൈറ്റ് വേഴ്സസ് ഷ്രൂഡ്. ഫോർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പോകുന്നവരാണ്. ഷ്രൂഡ് എന്ന് പറഞ്ഞാൽ ദുർഘടമായിട്ടുള്ള കുറച്ച് കഷ്ടപ്പാടിലൂടെ പോകുന്നവരാണ്. സോ പ്ലാസിഡ് വേഴ്സസ് അപ്രഹെൻസീവ്. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തിത്വമുള്ളവരാണ്. അപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയമുള്ള, എപ്പോഴും ഒരു ആശങ്കയുള്ള ആളുകളാണ്. കൺസർവേറ്റീവ് വേഴ്സസ് എക്സ്പെരിമെൻറ്റിംഗ്. കൺസർവേറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ യാഥാസ്ഥികമായിട്ടുള്ള വ്യക്തികളാണ്. വേഴ്സസ് എക്സ്പെരിമെൻറ്റിംഗ്, എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. സോ അവരാണ് എക്സ്പെരിമെൻറ്റിംഗ്. ഗ്രൂപ്പ് ടൈഡ് വേഴ്സസ് സെൽഫ് സഫിഷ്യൻസി. ഗ്രൂപ്പ് ടൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകളുടെ കൂടെ മാത്രം ജീവിക്കാൻ പറ്റുന്ന, ഒരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണ്. സെൽഫ് സഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് അവർ തന്നെ മതി എന്നുള്ള ഒരു മൈൻഡിലുള്ളവരാണ്. സോ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. കാഷ്വൽ വേഴ്സസ് കൺട്രോൾഡ്. കാഷ്വൽ എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ്. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺട്രോളുള്ള സ്വഭാവമുള്ളവരാണ്, കൺട്രോൾഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ളവരാണ്. റിലാക്സ്ഡ് വേഴ്സസ് ടെൻസ്. റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അയഞ്ഞൊരു പ്രകൃതമാണ്. ടെൻസ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അടുക്കമുള്ള, അതായത് എല്ലാത്തിനും ഒരു ചിട്ടാവട്ടങ്ങളുള്ള, റിലാക്സ്ഡ് അല്ലാത്ത ബിഹേവിയറാണ് ടെൻസ് എന്ന് പറയാം. ട്രേറ്റ് തിയറിസ്റ്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് മനുഷ്യരെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരാളിൽ ഷൈനസ് കാണാം, അല്ലെങ്കിൽ മറ്റൊരാളിൽ കോൺഫിഡൻസ്, ചിലരിൽ എംപതി കാണാം, ചിലരെ ഇൻട്രോവേർട്ട് ആയിരിക്കാം. ഒരുപാട് മനുഷ്യരെ പഠനത്തിന് വിധേയമായിക്കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഈ ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൽ നിന്നും ഇവർക്ക് ഒരുപാട് ട്രേറ്റ്സ് കിട്ടുകയാണ്. ചില ആളുകളിൽ ഷൈനസ് കാണാം, മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ആയിരിക്കാം, ചിലരിൽ എംപതി കാണാം, ചില ഇൻട്രോവേർട്ട് ആയിരിക്കാം, ചിലപ്പോൾ ന്യൂറോട്ടിസം ഉണ്ടായിരിക്കാം. സോ ലക്ഷക്കണക്കിന് ട്രേറ്റ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തരിലും. ഇതിലുള്ള മേജർ ട്രേറ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കാനായിരുന്നു വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. സോ അവരെന്ത് ചെയ്യാണ്, കൂടുതലായിട്ടും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതിലുള്ള മെയിൻ ട്രേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിരുന്നു ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനസ് ട്രേറ്റും അതുപോലെ തന്നെ ഇൻട്രോവേർട്ടും ഒരുപോലെ കാണാൻ പറ്റും നമുക്ക്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഷൈനസ് ഉള്ളവരും ഏകദേശം ഒരേ ട്രേറ്റ് ആണ് അല്ലെ, സിമിലർ ആയിട്ടുള്ള ട്രേറ്റ് ആണ്. സോ ഈ സിമിലർ ആയിട്ടുള്ള ട്രേറ്റ്സ് ഒരുപാട് എന്ത് ചെയ്തു, ആവർത്തിച്ച് വരാൻ തുടങ്ങി. സോ ഒരു 3-4 ട്രേറ്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആവർത്തിച്ച് ഒരേ ട്രേറ്റിന്റെ പോലെ തന്നെ മറ്റു ട്രേറ്റും ആവർത്തിച്ച് വരാൻ തുടങ്ങി. സോ അതിലുള്ള മെയിൻ ട്രേറ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കാനായിരുന്നു അവർക്ക് ടാസ്ക് ഉണ്ടായിരുന്നത്. സോ ഇതിനെ മറികടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക്. സോ കാറ്റൽ അതിനൊരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചു. സോ ഈ ടാസ്കിനെ മറികടക്കാനായിട്ട് കാറ്റൽ ഉപയോഗിച്ചത് ഫാക്ടർ അനാലിസിസ് ആയിരുന്നു. സോ ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ടാസ്കിനെ മറികടക്കുന്നത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. നിങ്ങൾ എഫ് ടെസ്റ്റ് അതുപോലെ ടി ടെസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. സോ അത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ടാസ്കിനെ അദ്ദേഹം മറികടക്കുന്നത്. ആദ്യമായിട്ട് സൈക്കോളജിയിലേക്ക് കൊണ്ടുവന്നത് ആൽപോർട്ട് ആയിരുന്നു, ഈ ഒരു ഫാക്ടർ അനാലിസിസ് കൊണ്ടുവന്നത്. പക്ഷെ ഇതിനെ കടമെടുത്തുകൊണ്ട് കാറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോവാണ്. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള, അതായത് സിമിലർ ആയിട്ട് ഒരുപാട് ട്രേറ്റ്സ് വരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഏത് ട്രേറ്റ് ആണോ കോമൺ ആയിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ട്രേറ്റ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ടെക്നിക്ക് ഉപയോഗിച്ചു. സോ ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെ എല്ലാം
ഒരുപോലെ വരുന്നവയെല്ലാം എക്സാമ്പിൾ ആയിട്ട് ഷൈനസ് അതുപോലെ ഇൻട്രോവേർട്ട് ഇതിനെല്ലാം എടുത്തുകൊണ്ട് ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു കോമൺ ആയിട്ട് ഒന്നാക്കിയിട്ട് മാറ്റും. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ട്രീറ്റ് അനാലിസിസ് നമുക്ക് പ്രോസസ് ചെയ്തുകൊണ്ട് അതിനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. സോ അദ്ദേഹം മനുഷ്യരിലുള്ള ട്രേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, സർഫസ് ട്രേറ്റും അതുപോലെ സോഴ്സ് ട്രേറ്റും. സർഫസ് ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമേ കാണുന്ന സ്വഭാവങ്ങളാണ് സർഫസ് ട്രേറ്റ്. സോഴ്സ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ട് അതായത് കാണാൻ പറ്റാത്ത ട്രേറ്റ്സ് ആണ്. നമ്മൾ ഒരുപാട് ഇടപഴകിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ട്രേറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. സോ എക്സാമ്പിൾ ആയിട്ട് ഒരാൾ കാണുന്ന സമയത്ത് നമ്മൾ ഹാർഷ് ആയിട്ട് ഒരാൾ പെരുമാറുന്നത് കാണാണ് ഒരാളോട്. സോ നമുക്ക് സർഫസ് ട്രേറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. അയാളുടെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അയാൾ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവാം. സോ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ട്രേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത്. സോ എമ്പതിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണോ ആ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവാം. അവരുടെ സോഴ്സ് ട്രേറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരോട് ഇടപഴകണം. കൂടുതലായിട്ടും ഇടപഴകിയാൽ മാത്രമാണ് അറ്റാച്ച്മെന്റിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ സോഴ്സ് ട്രേറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സർഫസ് ട്രേറ്റ് നമുക്ക് മോർ ട്രേറ്റ്സ് ആണ്. അതായത് സർഫസ് ട്രേറ്റ് ഒരുപാട് ട്രേറ്റ് ഉണ്ടാവും. നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് പെരുമാറുന്നതെല്ലാം നമ്മൾ പുറമേയുള്ള കാര്യങ്ങളാണ്. പക്ഷേ സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. സോഴ്സ് ട്രേറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, 100-ലധികം സർഫസ് റേറ്റ് ഒക്കെ ഉണ്ടാവും ഒരു വ്യക്തിയിൽ. പക്ഷേ അവരുടെ സോഴ്സ് റേറ്റ് ആകെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു ബിഹേവ് ചെയ്യുന്നതാണ് സർഫസ് റേറ്റ് എന്ന് പറയുന്നത്. സോ അവരോട് ക്ലോസ് ആകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് അവരുടെ സോഴ്സ് റേറ്റ് മനസ്സിലാവുള്ളൂ. സോ അത്തരത്തിലുള്ള 16 സോഴ്സ് റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം കണ്ടെത്തുന്നത്. 16 ട്രേറ്റ്സ് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അതിലൂടെ തിയറി ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിലൂടെ നമുക്ക് അവരുടെ ഓരോ വ്യക്തികളുടെയും ജനറൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ കാറ്റിൽ 23 സോഴ്സ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നോർമൽ പേഴ്സൺസിൽ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ 16 മാത്രമാണ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൽ 16 ബേസിക് സോഴ്സ് റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അതിൽ 16 പേഴ്സണാലിറ്റി എന്നാണ് അതിനെ പറയാ, 16 PF. അതിനൊരു ക്വസ്റ്റ്യനായ രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് 16 PF ടെസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, 16 ഫാക്ടേഴ്സ് ഐഡന്റിഫൈഡ് ബൈ കാറ്റൽ ഇൻക്ലൂഡ്. ഈ 16 രീതിയിലുള്ള ക്വാളിറ്റീസും ഒരു വ്യക്തിയിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ അവർക്ക് കൂടിയോ കുറഞ്ഞോ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഷൈനസ് കൂടുതലുള്ള ഒരു വ്യക്തിക്ക് അത് ഷൈനസിന്റെ അളവ് കൂടുതലുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഷൈനസ് കുറവാണ്. പക്ഷെ അവർക്ക് ഷൈനസ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അവർക്കത് കുറവാണ് എന്നുള്ളതാണ്. ഒന്നും ഒരാളിലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ 16 ഫാക്ടേഴ്സും ഒരാളിൽ ഉണ്ടാവും. പക്ഷെ അതിന്റെ അളവിൽ ചിലപ്പോൾ കൂടുതലോ കുറവോ എന്നുള്ളതായിരിക്കും അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഒരാൾക്കും ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പക്ഷെ അവൾക്ക് കോൺഫിഡൻസ് 0 ആണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ കോൺഫിഡൻസ് അളവ് കുറവാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് 16 ഫാക്ടേഴ്സ് മെഷർ ചെയ്യുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. കാറ്റൽ എന്ത് ചെയ്യുന്നുണ്ട് സബ്സീക്വന്റ് റിസർച്ചിലൂടെ അദ്ദേഹം 7 ന്യൂ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഈ 16 ട്രേറ്റിന്റെ ബേസിൽ അദ്ദേഹം 16 PF ടെസ്റ്റ് എന്ത് ചെയ്തു ഫോം ചെയ്തു. ഇതിലെ ക്വസ്റ്റ്യനെയർ അദ്ദേഹം ഫോം ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ടെസ്റ്റിന്റെ പ്രത്യേകത. 16 PFന്റെ കേസിൽ ഫുൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. 16 ട്രേറ്റിലും വാംത്ത് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി ബോൾഡ് ആണോ എന്നല്ല അവർ ചോദിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സോഷ്യലി ബോൾഡ്നെസ് അളക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരുന്നത് അതിലൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആരുടെങ്കിലും സംസാരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾ സംസാരിക്കോ അല്ലെങ്കിൽ സംസാരിക്കില്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. സോ ഒരു സിറ്റുവേഷനെ എങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അതിനെ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ നിങ്ങളുടെ ബോൾഡ്നെസ് അളക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല തരാം. സോ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഈ ഫാക്ടർ അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് സർഫസ് ട്രേറ്റ് ഫോം ചെയ്യാണ് നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ പേഴ്സണാലിറ്റി സ്ഫിയറിന്. ഈ ഒരു ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം 12 പുതിയ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട്. സൈക്കോപാത്തോളജിക്കൽ ട്രേറ്റ്സ് സച്ച് ആസ് ഹൈപ്പോകോൺഡ്രിയാസിസ്, zestfulness, brooding discontent, anxious depression, energy euphoria, guilt and resentment, bored depression, paranoia, psychopathic deviation, schizophrenia, psychasthenia, and general psychosis. All these traits are in bipolar format. These 12 factors have been combined with the 16 PF in the construction of new test called Clinical Analysis Questionnaire (CAQ). With the construction of CAQ, Cattells was of the view that he has identified major source traits of both normal and abnormal personality. ഈ ഒരു ക്വസ്റ്റനെയർ ഫോം ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റനെയറിനെ വിളിക്കുന്ന പേരാണ് ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റനെയർ CAQ. ഓക്കെ, ഈ ഒരു 12 ഫാക്ടേഴ്സ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് 16 PFൽ കമ്പൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്ന പുതിയ ടെസ്റ്റിനെ പറയുന്ന പേരാണ് ക്ലിനിക്കൽ അനാലിസിസ് ക്വസ്റ്റനെയർ CAQ. CAQന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ പേഴ്സണാലിറ്റിയുടെ മേജർ സോഴ്സ് ട്രേറ്റുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് സർഫസ് ട്രേറ്റ് ആൻഡ് സോഴ്സ് ട്രേറ്റിൽ അദ്ദേഹം പറയുന്നത്.